നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു നാടൻ ചിക്കൻ കറി വയ്ക്കാം. ഈ കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു കറിയാണിത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തത്, ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ ഒരു തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുത്തത്. അത് 1-ാം പാലും വേണം 2-ാം പാലും വേണം. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചാറിൽ വെക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ അതനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഗരം മസാല. ഞാനിവിടെ ഗരം മസാല മുഴുവനായിട്ടാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു 3 തക്കോലം എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്, ഒരു 8 കറിയാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു 14 ഏലക്കായ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇടാം. ഗരം മസാല ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ചേർക്കാം. അപ്പോൾ സവോള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ആ വെളിച്ചെണ്ണയിലും അത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചപ്പൊത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമ്മുടെ മുളക് പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അതായത് തക്കാളി വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം നമുക്ക് തക്കാളി ഒന്ന് വേവിക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊരു ജാറിലേക്ക് ഇടാം. അത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിക്കാം. ആ തേങ്ങാപ്പാൽ മുഴുവനും ഒഴിക്കണ്ട, ഇത് അരിഞ്ഞെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അരപ്പ് അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ ചിക്കൻ ഇടാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ ചിക്കനിലേക്ക് ഈ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാം. ഈ ചിക്കൻ ഒന്ന് പകുതി വേവായി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി സെപ്പറേറ്റ് വെള്ളം ചേർക്കട്ടെ. ചിക്കൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ചിക്കൻ പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയിടണം. നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്കൊരു പകുതി വേവായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ചേർക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എന്തിനാണ് ഈ ചിക്കനിലേക്ക് നമ്മൾ മസാല ഇട്ടിട്ട് വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മാത്രം ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് ആ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ.
ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് രണ്ടാം പാൽ ചേർക്കാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്കൊന്ന് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മൂടി വയ്ക്കാം ചിക്കൻ. ഇപ്പോൾ ഈ കറിയിൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. ഈ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിക്ക് നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറി. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.